ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൺലൈനായിട്ട് പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നതിൻ്റെ കുറച്ച് പ്ലാന്റിൻ്റെ കളക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ നമ്മൾ പോട്ടിംഗ് രീതി കാണിച്ചതിന് ശേഷം നമ്മുടെ അടുത്തുള്ള എല്ലാ വെറൈറ്റിയുടെയും എല്ലാ പിക്കും നമ്മളിതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ആന്തൂറിയം നമ്മൾ വളരെ വില കുറച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. കഴിയുന്നതും വാട്സപ്പിൽ മെസ്സേജ് വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മെസ്സേജ് അയക്കാൻ അറിയാത്തവർ മാത്രം കോൾ ചെയ്താൽ മതി. ഇപ്പം നമുക്ക് സെയിലിനായിട്ട് ഒരു 15 വെറൈറ്റിയിൽ കൂടുതലുണ്ട്. അപ്പോൾ 8 പ്ലാന്റിൽ കൂടുതൽ എടുക്കുന്നവർക്ക് ഒരു പെർ പീസിന് 200 രൂപ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ 225 ആയിട്ടിരുന്നു മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ 200 രൂപ ആയിട്ടാണ്. ഈ ഒരാഴ്ച മാത്രമാണ് ഈ ഒരു ഓഫർ ഉള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വീഡിയോയിൽ കാണുന്ന ഈ നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പോട്ടിംഗ് രീതി. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ മുമ്പ് ഓർക്കിഡിന് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് ആൾ കമൻറ്റിൽ ചോദിച്ചിരുന്നു, ഇത് നമുക്ക് ഈ മെറ്റൽ ചൂടല്ലേ, അത് കൂടുതൽ പ്ലാന്റിന് ചൂട് കാരണം നാശമായി പോവല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു പ്രശ്നം വരില്ല എന്നുള്ളത്. കാരണം ഈ ഒരു ഓർക്കിഡ് നമ്മുടെ ഈ ഒരു മെറ്റലിൻ്റെ ഉൾഭാഗം എപ്പോഴും നനഞ്ഞിട്ടാണ് ഇരിക്കുക. ഈ ചുറ്റുള്ള പുറത്ത് കാണുന്ന ഭാഗം മാത്രമാണ് ഉണങ്ങി നിൽക്കുള്ളൂ. ബേബി മെറ്റലിൻ്റെ ഉള്ളിൽ ഒന്ന് നമുക്ക് ഇതുപോലെ ബേബി മെറ്റലൊന്ന് കൂട്ടിയിട്ടിട്ട് വെള്ളം ഒഴിച്ച് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഉൾഭാഗം എപ്പോഴും നല്ല തണുപ്പോടായിരിക്കും ഇരിക്കുക. അപ്പോൾ അത് പ്ലാന്റിന് വളരെ നല്ലതാണ്. പിന്നെ ഈ ചൂടുകാലത്ത് ആന്തൂറിയം എപ്പോഴും ലീഫിൻ്റെ വക്ക് കരിഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ഇങ്ങനെ ഒരു യെല്ലോ കളർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലത് ഈ ഒരു പോട്ടിംഗ് രീതിയാണ്. ഇതാവുമ്പോൾ നമുക്ക് എപ്പോഴും നനച്ചു കൊടുക്കുക. ഒരു 2-3 പ്രാവശ്യം ദിവസം നമുക്ക് വേറെ എന്തെങ്കിലും നനയ്ക്കുന്ന കൂട്ടത്തിലായാലും ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അപ്പം തന്നെ വാർന്നു പോവും. പ്ലാന്റിന് ഒരു പ്രശ്നവും വരില്ല. ഇപ്പോൾ നമ്മൾ ചകിരിച്ചോറും അതുപോലെ മണ്ണൊക്കെ എടുത്ത് നമ്മൾ പോട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വെള്ളം അതിൽ നിൽക്കും. ഇതാവുമ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ചത് അങ്ങോട്ട് വാർന്നു പോയിട്ട് ആ കിണുപ്പ് മാത്രമാണ്, വെള്ളത്തിൻ്റെ ഈർപ്പം മാത്രമാണ് ഈ ഒരു പോട്ടി മിക്സിൽ നമ്മൾ ഈ ഒരു വേരിൽ നിൽക്കുള്ളൂ. അപ്പോൾ കൂടുതൽ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഈ ചൂടുകാലത്ത് പോട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു രീതിയാണ് ഇത്. അതുപോലെ തന്നെ മഴക്കാലത്തായാലും പ്ലാന്റ് വെള്ളം നിന്ന് നാശമായി പോകുന്നൊരു പ്രശ്നമില്ല. നമുക്ക് ഡെയിലി ഒരു 3-4 പ്രാവശ്യം ഇത് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് വളങ്ങളാണെങ്കിലും അതുപോലെ ഡാപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് തന്നെ നമ്മൾ ഈ ഒരു മെറ്റലിൻ്റെ ചുറ്റിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴത്തേക്ക് ഇറങ്ങി പോവാതെ തന്നെ അതിൽ നിൽക്കുകയും ചെയ്യും. പ്ലാന്റിൻ്റെ വേരിലേക്ക് അത് ചെല്ലില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളരും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, ഒരു പ്രശ്നം വരില്ല. ഇത് ഞാൻ ചെയ്ത് റിസൾട്ട് അടക്കമാണ് കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു പ്ലാന്റ് ചെയ്ത് കാണിക്കുമെന്ന്. അപ്പോൾ ചെയ്തിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരാണ് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതുപോലെ ഒരു പുതിയ മൊട്ടും കൂടെ അതിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളിത് വെച്ചതിന് ശേഷം മാത്രം വന്നതാണ്. പുതിയ തൈ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് ചെയ്യാം. എപ്പോഴും ആന്തൂറിയത്തിൻ്റെ പോട്ടി മിക്സ് നമ്മളിരുന്ന് പ്ലാന്റ് വാങ്ങിയിട്ട് ആ പ്ലാന്റ് ചീഞ്ഞു പോയി നാശമായി എന്ന് പറയുന്നവർക്കൊക്കെ ഏറ്റവും നല്ലൊരു രീതി ഇതാണ്. അതാവുമ്പോൾ നമുക്ക് ഇത് എന്താ പോട്ടി മിക്സ് എന്ന് ചോദിച്ച് നടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇത് എല്ലാവരും വീട്ടിലും ഉണ്ടാവും. ഇതെടുത്തിട്ടൊന്ന് ചെയ്തു നോക്കൂ, നിങ്ങൾക്കത് നല്ല ഉപകാരപ്പെടുന്നതാണ്. പിന്നെ നിങ്ങൾ നനയ്ക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ലീഫിലും തണ്ടിലൊക്കെ നന്നായിട്ട് തട്ടുന്ന രീതിയിൽ വേണം നമ്മൾ നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞു 2-3 പ്രാവശ്യമൊക്കെ നനച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ മെറ്റൽ പോട്ട് ചെയ്തുകൊണ്ട് 2-3 പ്രാവശ്യമൊക്കെ നനച്ചാലും കുഴപ്പം വരില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങളിപ്പോൾ 2-3 പ്രാവശ്യമൊന്നും നനയ്ക്കണമെന്നില്ല. ഇപ്പോൾ ജോലിക്കാരൊക്കെ വന്ന് ചോദിക്കുകയാണ്, എനിക്ക് വർക്കിനുണ്ട് പോകുമ്പോൾ 2-3 പ്രാവശ്യം നനയ്ക്കാൻ വയ്യ എങ്ങനെ പോട്ട് ചെയ്യുമ്പോൾ എന്ന് പറയും വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ എത്ര നനച്ചു കൊടുത്താലും ഒരു പ്രശ്നം പ്ലാന്റിന് വരില്ല എന്നാണ്. നിങ്ങൾ സാധാ നോർമലായിട്ട് നനയ്ക്കുന്ന പോലെ നനച്ചാൽ മതി. കഴിയുന്നതും വൈകുന്നേരം പ്ലാന്റ് നനച്ചു കൊടുത്താൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ രാത്രി ഫുള്ളായിട്ട് ആ ഒരു തണുപ്പിൽ നിൽക്കും. രാവിലെ അതിന് വെയിലിൻ്റെ ഒരു ചൂട് വന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രശ്നം വരില്ല. പിന്നെ ആന്തൂറിയം തീരെ വെയിൽ കൊള്ളാൻ പാടില്ലാത്ത പ്ലാന്റാണ്. രാവിലത്തെ വെയിൽ പോലും തട്ടേണ്ട ആവശ്യം ആന്തൂറിയത്തിനില്ല. എപ്പോഴും തണൽ ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ് ആന്തൂറിയം. അതുപോലെ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമ്മളൊരു വളം കൊടുക്കാതെ തന്നെ നന്നായിട്ട് ഫ്ലവർ വരുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഒരു മെറ്റൽ പോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളങ്ങളൊക്കെ ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. ഒരു പ്രശ്നം പ്ലാന്റിന് വരില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് NPK 19 ഒക്കെ സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അത് കൂടുതൽ വളർച്ചയ്ക്ക് നല്ലതാണ്. പിന്നെ കഴിയുന്നതും ഇംഗ്ലീഷ് വളങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ചാണകം പുളിപ്പിച്ചതും കടലപ്പിണ്ണാക്കൊക്കെ ഇട്ട് പുളിപ്പിച്ചതും നമുക്ക് ഒഴിച്ചു കൊടുത്താൽ പ്ലാന്റ് ഒന്നും കൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ചൂടുകാലാണ് കൂടുതൽ ഇംഗ്ലീഷ് വളങ്ങൾ കൊടുക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് തായ്ലാൻഡ് വെറൈറ്റി യെല്ലോ ഉണ്ട്. പിന്നെ മിനിയേച്ചർ യെല്ലോയ്ക്ക് നമ്മൾ ഈ ഒരു പറഞ്ഞ കോമ്പോയിൽ ഉൾപ്പെടുന്നതാണ്. 200 രൂപയ്ക്ക് 8 പ്ലാന്റ് എടുക്കുമ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ നമ്മൾ 300ൻ്റെ മുകളിലേക്കുള്ള പ്ലാന്റ്സിൻ്റെ ഒന്നും ഈ ഒരു റേറ്റിൽ ഉൾപ്പെടില്ല. അതെല്ലാം സെയിം റേറ്റ് തന്നെയാണ്. ഇപ്പോൾ ഗ്രീനും തായ്ലാൻഡ് യെല്ലോയും അങ്ങനെ വരുന്ന വെറൈറ്റീസൊക്കെ ലിമ വൈറ്റൊക്കെ നമുക്ക് ഈ ഒരു 200 രൂപ 225 രൂപ എന്നുള്ള റേറ്റിൽ നമുക്ക് വരില്ല. പിന്നെ ഈ ഒരാഴ്ച മാത്രമാണ് ഈ ഒരു ഓഫർ. പിന്നെ നമ്മൾ സ്ഥിരമായി കൊടുക്കുന്ന പോലെ തന്നെ 225 ആയിട്ട് തന്നെയാണ് 8 പ്ലാന്റ് എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. ഈ ഓഫർ ഈ ഒരാഴ്ച മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. നമ്മളെടുത്ത് കറക്റ്റ് കളർ ഏതാണെന്ന് അറിയാത്ത ഒരുപാട് ആന്തൂറിയത്തിൻ്റെ പ്ലാന്റ്സുകൾ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമ്മളത് വിറ്റഴിക്കുന്നതാണ്. അപ്പോൾ ഇന്ന കളർ വേണമെന്ന് നിർബന്ധമില്ലാത്തവർക്ക് ഏത് കളറായാലും കുഴപ്പമില്ല എന്നുള്ള ആരെങ്കിലും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഈ പ്ലാന്റ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടും അറിയിക്കുക.